അങ്ങനത്തെ ഇങ്ങോട്ട് നോക്കിയ ചീം രണ്ടേ എന്തോ ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് പുല്ലില് കുത്തിരിക്കണ്ട, അല്ല മരത്തുമ്മ കേറണ്ടാന്ന്. എനിക്ക് തലവേദനയായിട്ട് എനിക്ക് വളയൊന്ന് പൊട്ടിച്ചേർന്ന് പൊട്ടിക്കാം ഗൈസ്. എന്താന്നറിയോ, റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് വള ഇട്ടതാ. ഊരാൻ കിട്ടുമോ നോക്ക്. ഒന്ന് പൊട്ടി, രണ്ട് പൊട്ടി. പിന്നെ ഇതാക്കി വെക്കുക. 35 റുപ്യ, 35 അല്ല 50 റുപ്യല്ലേ 10 എത്ര പൈസ പോയി. എനിക്കിതിട്ടിട്ട് ഭയങ്കര അലമ്പ്. പോരാത്തതിന് ഡ്രസ്സ് പച്ചയും വള ഒരു മാച്ചും ഇല്ലാത്തത് കുപ്പികള കുണുങ്ങണല്ലോ. അങ്ങനെ ലാസ്റ്റ് വൺ അപ്പൊ ഇത്രയും വളകള് പൊട്ടിച്ചു ഗൈസ്. എന്റെ കൈ ഒന്ന് ഫ്രീ ആയി. ഇപ്പോഴാണ് സമാധാനായി. കൈ മുറിഞ്ഞിട്ടുണ്ട്. ചെറുതിനോന് അത്ര ഇത് ചെറുതല്ല. എന്റെ ഭർത്താവേ ചുണ്ടിക്കേറി പോകയോ. അയ്യോ. അപ്പൊ അങ്ങനെയാണ് പാർക്കിൽ എല്ലാവരും റീൽസ് എടുക്കുക. ഫുള്ള് മലയാളീസ് ആട്ടോ. ഊട്ടി ഫുള്ള് മലയാളീസ്. അയ്യോ ഇതെണ്ണത്തിലപ്പൊ തൊടിക്കാന്നറിയില്ല. നോക്കിയ ഏട്ടായി എന്തോന്ന് ഇല്ല, മേത്താക്കിയില്ല. അല്ലാണേ ആക്കിയില്ല കേട്ടോ. അയ്യേ എയിമിലാക്കണ്ട. ആയുർവേദ ചെടി ഉണ്ടായിരുന്നു. ആയുർവേദ ചെടി പിന്നെ ദേ കാട്ടപ്പനല്ലേ ഇതാക്കല്ലേ. വേണ്ട അയ്യയ്യേ ഓരോരുത്തർ തുപ്പ് വെക്കുകയൊക്കെ ചെയ്യുന്ന സാധനം. ചില തമിഴന്മാര് ചില ആൾക്കാർ ചിലപ്പോ രണ്ടിനൊക്കെ പോലുണ്ടാവും. രണ്ടിനോ തെറ്റാ. എന്റെ അതോ കഴിയുമ്പോ പിന്നെയും ചോര. നീരുള്ളതിനെ കൊണ്ടാ. എനിക്ക് ബ്ലഡ് ഇത് കുത്തുമ്പോണ്ടല്ലോ. ഇഞ്ചക്ഷൻ ചെയ്യുമ്പോണ്ടാവല്. ഇത്രയൊക്കെ കെയറിങ് ആർക്കെങ്കിലും കിട്ടുമോ ഗൈസ്? ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും ഞാൻ ഇവനും തല്ല് കൂടുന്ന സമയത്ത് ഇവന്റെ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്. ഇവൻ വീട്ടില് ഒറ്റ മോനാ. ഇത് മറ്റേതാട്ടോ, ഇത് അറിയോ, ചോരയില്ല ചെടി. ഇവൻ എന്നിട്ട് ഒറ്റ മോനാട്ടോ. എന്നിട്ട് എന്നോട് പലപ്പോഴും പറയലുണ്ട്, എന്നെ ഇഞ്ഞെങ്ങനെ നോക്കിയിട്ടില്ല, അങ്ങനെ ഓൻ എന്നെ നോക്കലുണ്ട്. ഓനും ആണെങ്കിലും അമ്മ ആണെങ്കിലും അമ്മക്ക് അച്ഛനും ഓനെക്കാട്ടിലും ഇഷ്ടം തന്നെയാ. ഇവന് അമ്മനെ അച്ഛനെക്കാട്ടിലും ഇഷ്ടം തന്നെയാ. എനിക്ക് ഇഷ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നിനക്ക് ഇഷ്ടാന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ടാട്ടൻ്റെ ഭയങ്കര കെയറാ. അല്ല, എന്റെ മുഖം കണ്ടിട്ട് സജിനാനെ തോന്നുന്നില്ലേ? ഇല്ലേ, എന്റെ ഏട്ടത്തിനെ തോന്നുന്നു എനിക്ക്. അത് നല്ലോണം തടിച്ചിക്കടേ. അന്ന് ഡോക്ടർ പറഞ്ഞില്ലേ ഗുളിക മാറ്റിയാ വിശപ്പുണ്ടാവും. ഇജാതി വിശപ്പ്. അനങ്ങിയ ഐസ്ക്രീമും ചോക്ലേറ്റ് ഒക്കെ തിന്നുന്നത് എജാതി വിശപ്പ് എന്നറിയാം.
നീ എന്നെ കൗണ്ടർ അടിച്ചു തന്നെ മോളാട്ടോ. ബ്ലഡ് കണ്ടാ തല കറങ്ങി വെക്കുന്ന ആളല്ലേന്ന്. അന്നുമ്മന്റെ കൈ എന്റെ കൈ മുറിഞ്ഞിട്ട് സ്റ്റിച്ചിടാൻ പോയിട്ടുണ്ടായി. എന്താ രസം എന്നറിയോ, കൈ ഇങ്ങോട്ട് മുറിയലും പറഞ്ഞാല് ഇവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോലും. അവിടെ ഒരു മോമോ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടർ ഉണ്ട്. ഡോക്ടറെ വരീന്നും പറഞ്ഞു ഡോക്ടറെ കൂട്ടിക്കൊണ്ടോലും സിസ്റ്ററെ വിളിക്കലും എന്താന്നറിയോ. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കാണേ, പടച്ചോൻ എന്റെ കൈ മുറിഞ്ഞേക്കാട്ടിൽ ഇവന് വേദന ആയോ എന്നുള്ള ഒരു ചിന്താഗതിയിൽ ഞാൻ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുക കേട്ടോ. പിന്നെ അന്നപ്പോ ഡോക്ടർ പറഞ്ഞു ഇത് സ്റ്റിച്ച് ഇടാൻ മാത്രമുണ്ട്, എന്തായാലും 2-3 സ്റ്റിച്ചിന്റെ മുകളിലുണ്ട് എന്ന് പറഞ്ഞു. ഓ ആയിക്കോട്ടെ സ്റ്റിച്ച് ഇട്ടോളി. അപ്പൊ ഇങ്ങോട്ട് അറിയണേ, ജെസി മോളെ വേദന ഉണ്ടെങ്കിൽ ഇതേ മാമനെ കടിച്ചു പിടിച്ചോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവന്റെ മുഖത്തേക്ക് നോക്കിയിട്ടല്ലോ, പിന്നെ ദേ കിടക്കുന്ന ടീം തരികിട തായ എനിക്ക് കൈക്ക് സ്റ്റിച്ചിടുന്നതോ അല്ലെ കൈ മുറിഞ്ഞതോ അല്ലെ ഇവനെ നോക്കണം എന്താന്നറിയില്ല. ഇങ്ങോട്ട് വരുമ്പോ അങ്ങോട്ട് വരുമാനം. ഈ കൈക്ക് സ്റ്റിച്ചിട്ട ഞാന് ഇവനെയും കൊണ്ട് കാറ് ഓടിച്ച് എന്റെ വീട്ടിലേക്ക് കാറ് ഓടിച്ചിട്ട് ഞാനും മക്കളെയും കൊണ്ട് ഈ സ്റ്റിച്ചിട്ട കൈയുമായിട്ട് ഞാൻ പോന്ന്. ഞാൻ എന്നിട്ട് ഒരു അച്ഛനെ വിളിച്ചിരുന്ന, അച്ഛ ഓടി വരി അച്ഛ, അവളുടെ തലറിങ്ങി. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം തലറിഞ്ഞു വീണിക്ക്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരാൾ എടോ നിപ്പാല ദീം തരികിടത്തോണ്ടാ ജെസി മോളെ മാമനെ കടിച്ചു പിടിച്ച സ്റ്റിച്ചിടാണ് എന്ന് പറഞ്ഞ ഇവനാ. പിന്നെ ഞാൻ കാണുന്നത് അപ്പുറത്തെ ബെഡിന്റെ താഴെ കമന്റ് കേട്ടോ, ഒരാള് ബ്ലഡ് കണ്ടിട്ട് തല ഇറങ്ങി വീകുന്നത്, അതായത് ഓവർ ടൈം, അതായത് നമ്മൾ ക്ഷീണം കൊണ്ട് വന്ന് ഹോസ്പിറ്റലിൽ കാണിച്ച് ആ ഒരു ടെൻഷനും കാര്യത്തിൽ നിൽക്കുമ്പോൾ ബ്ലഡ് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ആർക്കായാലും വരും. അത് കളിയാക്കാൻ മാത്രമല്ല, അതെല്ലാവരും കമന്റ് കേട്ടോ. എന്തോ ഭാഗ്യത്തിന് ഓന്റെ തല പൊട്ടാണ്ടുന്നത്. ഒരു ഇതിന്റെ മുകളിലേക്കാ വീണത്. ബെഡ് ഉണ്ടായി, ബ്ലഡ് നിങ്ങൾക്കൊക്കെ കാണാൻ. എനിക്കെപ്പോഴും ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബെഡ് കാണും. ഞാൻ ഇനി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാണിച്ചിരുന്നുണ്ട്. അന്ന് തൊട്ടിട്ട് ഹോസ്പിറ്റലിൽ ഇവന് ഹീറോ. എന്തുണ്ടെങ്കിലും സൂചി കുത്തുമ്പോൾ സിസ്റ്റർ പറയും കുറച്ചങ്ങോട്ട് മാറി നിൽക്കുന്നുള്ളത്. അങ്ങനെ ഒരു ഹീറോ ആയി. അപ്പൊ അതാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. പോലീസ് വണ്ടിന്റെ ആദ്യമായിട്ട് നിക്കുന്നില്ലടോ. കോട ഇറങ്ങുന്നുണ്ടല്ലേ. ആരോ തീട്ടു ഗൈസ്, മൊത്തത്തിൽ തീട്ടാണ്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോവാം. മാർക്കറ്റിലൊക്കെ പോയിട്ട് നടന്നു. എനിക്ക് എന്തെങ്കിലും സാധനം വാങ്ങാന്. ഏത് മാർക്കറ്റില്? ഓന്റെ വാപ്പ ഇവിടെ മാർക്കറ്റ് ഉണ്ട്, മീൻ മാർക്കറ്റ്. അപ്പുറം പോണം. ഇവൻ എവിടെങ്കിലും പോയാല് എക്സ്പ്ലോർ ചെയ്യാൻ പോണം. ഓൻ എന്താ തിന്നാനുണ്ടോ നോക്കിണ്ടാ നടക്കുന്നത്. പിന്നെ ഊട്ടിയിൽ എന്നിട്ട് കുത്തിന്നിരുന്ന കാര്യോ. ഓക്കെ എന്നാ കട്ടാക്കട്ടെ, ഞങ്ങൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. ഇനി പോയിട്ട് പോരി.